Forces can be classified into two: conservative forces and non-conservative forces. Forces can be classified into two: conservative forces and non-conservative forces. Non-conservative forces. എന്താണ് conservative force? We know that work is done by a force. Force ആണ് work ചെയ്യുന്നത്. If the work done by a force is independent of the path traversed, of the actual path traversed, then such a force is called conservative force. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പിന്നെയോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമാണ്. The work done by a conservative force depends on initial point and final point. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. എന്നാൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആക്ച്വൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സിനെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയും. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ ചപ്പൽസ് അണ്ടർഗോ വെയർ ആൻഡ് ടയർ ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണമാണ് ചപ്പൽസിന് തേയ്മാനം ഉണ്ടാകുന്നത്. അത് നമ്മൾ എത്ര ദൂരം ആക്ച്വലി നടന്നു എന്നുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല, നമ്മൾ തുടങ്ങിയ പോയിന്റിനെയും അവസാനിച്ച പോയിന്റിനെയും അല്ല, എത്ര ദൂരം ആക്ച്വലി നമ്മൾ നടന്നു അതിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് എന്തുമാത്രം വെയർ ആൻഡ് ടയർ ഉണ്ടായി, തേയ്മാനം ഉണ്ടായി എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത നമുക്ക് അറിയേണ്ടത് കൊളീഷൻ. If two bodies come into contact with each other, or if two bodies come too close to each other that the motion of one body is influenced by the other, a collision is said to have taken place. രണ്ട് ബോഡീസ് പരസ്പരം കൂട്ടിമുട്ടുന്നു എങ്കിൽ കൊളീഷൻ നടന്നു എന്ന് പറയാം. ഇനി കൂട്ടിമുട്ടിയില്ലെങ്കിൽ പോലും രണ്ട് ബോഡീസ് വളരെ അടുത്ത് വരുന്നു, സോ ദാറ്റ് ഒരു ബോഡിയുടെ മോഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് അടുത്ത ബോഡി കാരണം ചേഞ്ച് ചെയ്താൽ കൊളീഷൻ നടന്നു എന്ന് പറയാം. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലാകണം എന്ന് നിർബന്ധം ഇല്ല. ഫിസിക്കൽ കോണ്ടാക്റ്റിലായാൽ കൊളീഷൻ ആണ്, ഫിസിക്കൽ കോണ്ടാക്റ്റിലായില്ലെങ്കിൽ പോലും ടു ക്ലോസ് ടു ഈച്ച് അതർ വന്നാൽ കൊളീഷൻ നടന്നു എന്ന് പറയാം. അവർ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യും. ടു ക്ലോസ് ടു ആയാൽ മാത്രം പോരാ, ഒരു ബോഡി കാരണം മറ്റേ ബോഡിയുടെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രണ്ട് ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അവരെ കൊളൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വളരെ അടുത്ത് വരുമ്പോൾ റിപ്പൾഷൻ കാരണം അവരുടെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകും. വളരെ അടുത്ത് വരുമ്പോൾ റിപ്പൾഷൻ കാരണം അവരുടെ മോഷന് ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ അവിടെ ആക്ച്വലി ഫിസിക്കൽ കോണ്ടാക്ട് നടന്നിട്ടില്ല എങ്കിൽ പോലും അതൊരു കൊളീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൊളീഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമതായിട്ട് ഇലാസ്റ്റിക് കൊളീഷൻ, രണ്ടാമതായിട്ട് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. നമുക്ക് എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് നോക്കാം. ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ബോത്ത്
kinetic energy and momentum are conserved. കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആണ്. എന്നാൽ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ only kinetic energy, only momentum is conserved. Elastic collision കേസിൽ both kinetic energy and momentum are conserved. എന്ന് പറഞ്ഞാൽ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും സെയിം ആണ്. അതുപോലെ കൊളീഷന് മുമ്പുള്ള മൊമെന്റവും കൊളീഷന് ശേഷമുള്ള മൊമെന്റവും സെയിം ആണ്. അപ്പോൾ ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം ആർ കൺസേർവ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളീഷൻസിനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയും. എന്നാൽ ചില കൊളീഷൻസിൽ മൊമെന്റം മാത്രമേ കൺസേർവ്ഡ് ആകത്തുള്ളൂ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകത്തില്ല. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകാത്ത കൊളീഷൻസിനെ നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയും. Or in other words, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകുന്ന കൊളീഷൻസിനെ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്നും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്ത കൊളീഷൻസിനെ ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് എന്നും പറയും. കാരണം എല്ലാ കൊളീഷൻസിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഇലാസ്റ്റിക് ആണെങ്കിലും ഇൻഇലാസ്റ്റിക് ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ പിന്നെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാത്തത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇലാസ്റ്റിക് കൊളീഷൻ, വൺ ഡയമെൻഷനിലെ ഇലാസ്റ്റിക് കൊളീഷനെ കുറിച്ച് സംസാരിക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഞാനിവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ബോഡി ഓഫ് മാസ് m1. ബോഡിയുടെ മാസ് m1 ആണ്. ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി u1. ഞാൻ മറ്റൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ബോഡിയുടെ മാസ് m2. ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി u2. ഇവര് രണ്ടുപേരും കൂടെ കൊളൈഡ് ചെയ്തു. ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റി v1 ആയി, രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി v2 ആയി. അപ്പോൾ we have two bodies of masses m1 and m2. m1 was moving with a velocity u1 and m2 was moving with a velocity u2. Let them collide. അവർ collide ചെയ്തു. After collision, the velocity of first body changes to v1 and velocity of second body changes to v2. കൊളീഷൻ ഏതാണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഈ കൊളീഷൻ ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ the total momentum before collision is equal to total momentum after collision. ബിഫോർ കൊളീഷൻ ഒന്നാമത്തെ ബോഡിയുടെ മൊമെന്റം m1 u1. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. ബിഫോർ കൊളീഷൻ രണ്ടാമത്തെ ബോഡിയുടെ മൊമെന്റം m2 u2. ടോട്ടൽ മൊമെന്റം എത്രയാ? m1 u1 പ്ലസ് m2 u2. കൊളീഷന് ശേഷം ഒന്നാമത്തെ ബോഡിയുടെ മൊമെന്റം m1 v1. രണ്ടാമത്തെ ബോഡിയുടെ മൊമെന്റം m2 v2. അപ്പോൾ കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റം m1 v1 പ്ലസ് m2 v2. അപ്പോൾ ഇതാണ് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം, ഇതാണ് കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റം. ഇവ രണ്ടും ഈക്വൽ ആണ്. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഞാനിവിടെ m1 ഉള്ള ടേംസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നു, m2 ഉള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ m1 ഇൻറ്റു u1 മൈനസ് m1 v1. m1 v1 is equal to m2 v2 മൈനസ് ഇതിനകപ്പുറത്തുണ്ട് മൈനസ് m2 u2. m1 കോമൺ ആണ്. m1 ഇൻറ്റു
u1 minus v1 is equal to m2 into v2 minus u2. Let that be relation number 1. Relation number 1. Collision elastic ആയതുകൊണ്ട് kinetic energy conserved ആണ്. That is, total kinetic energy before collision is equal to total kinetic energy after collision. Collision മുമ്പ് ഒന്നാമത്തെ ബോഡിയുടെ kinetic energy half m1 u1 square. Collision ശേഷം രണ്ടാമത്തെ ബോഡിയുടെ kinetic energy half m2 u2 square. അപ്പോൾ half m1 u1 square plus half m2 u2 square. ഇതാണ് total kinetic energy before collision. This is equal to half m1 v1 square plus half m2 v2 square. Total kinetic energy after collision. Half എല്ലായിടത്തും ഉണ്ട്, ക്യാൻസൽ ആവും. m1 ഉള്ള ടേംസിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ is equal to m2 v2 square minus m2 u2 square. ഇവിടെ m1 കോമൺ ആണ്. m1 into u1 square minus v1 square is equal to m2 into v2 square minus u2 square. നമുക്കറിയാം, നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതേ രീതിയിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 is equal to m2 into v2 plus u2 into v2 minus u2. Okay, let that be relation number 2. ഞാൻ relation 2-നെ relation 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. relation 2 divided by 1. 2-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. m1 നമ്മൾ ക്യാൻസൽ ആവും. u1 minus v1 u1 minus v1 ക്യാൻസൽ ആവും. Okay, u1 plus v1 is equal to m2 ക്യാൻസൽ ആവും. v2 minus u2 ക്യാൻസൽ ആവും. ബാക്കി v2 plus u2. ഓർ ഞാൻ u1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നു. ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതാം. u2-നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ഓർ u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു, അതിനെ തിരിച്ചെഴുതാം, മൈനസ് ഓഫ് v1 മൈനസ് v2. What is u1 minus u2? u1 minus u2 is the relative velocity before collision. Relative velocity before collision ആണ് u1 minus u2. It is numerically equal to relative velocity after collision. v1 minus v2 is equal to relative velocity. Is called relative velocity after collision. ഇവിടെ ന്യൂമറിക്കലി ഈക്വൽ ടു എന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം അവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇതാണ് കൊളീഷൻ ഇൻ വൺ ഡൈമെൻഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡൈമെൻഷൻ. നെക്സ്റ്റ്, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ ടു ഡൈമെൻഷൻസ്. Elastic collision in two dimensions. ശ്രദ്ധിക്കൂ, ഇവിടെ ഞാൻ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്.
body of mass m2 is at rest. മറ്റൊരു ബോഡി of mass m1 is moving with a velocity u1. അത് ഈ ബോഡിയിൽ കൊളൈഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. This is negative y axis minus y, and this is positive y axis. ഈ ബോഡിയിൽ കൊളൈഡ് ചെയ്യുന്നു. ഈ ബോഡിയുടെ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, 0 ആണ്. ബോഡിയുടെ കൊളൈഡ് ചെയ്യുന്നു. ആഫ്റ്റർ കൊളീഷൻ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ ബോഡി ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി v1 and the angle is theta. Angle is like theta 1 another theta 1 angle is theta 1. കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു with a velocity v2 and here the angle is theta 2. Okay. അപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, നമുക്ക് രണ്ട് ബോഡീസ് ഉണ്ട്, m1 ആൻഡ് m2. m2 റെസ്റ്റിലായിരുന്നു. m1 was moving with a velocity u1. It collided with m2 and after collision m1 moves in this direction with a velocity v1, make an angle theta 1 with x-axis, and m2 ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു with a velocity v2, make an angle theta 2 with x-axis. നമുക്ക് വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ അറിയണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ഇത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം xy. We have a vector A is an arbitrary vector. ആ വെക്ടർ എന്തുവാകാം? That vector can be displacement, it can be velocity, it can be acceleration, it can be force, it can be momentum, it can be impulse. അത് ഏതൊരു വെക്ടറും ആകാം. ആ വെക്ടർ എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിന്റെ എക്സ് കമ്പോണന്റിനെ നമ്മൾ ax എന്ന് ഡിനോട്ട് ചെയ്യും, ആൻഡ് ഈസ് ഗിവൺ ബൈ a cos theta. അതുപോലെ അതിന്റെ y കമ്പോണന്റിനെ നമ്മൾ ay എന്ന് ഡിനോട്ട് ചെയ്യും, ആൻഡ് ഈസ് ഗിവൺ ബൈ a sin theta. a cos theta and a sin theta. നമുക്ക് ഇത് ഓർത്തിരിക്കുക, ഞാൻ ആവശ്യം വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കാം. നമ്മൾ ഓർത്തിരിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെക്ടർ ഏത് ആക്സുമായിട്ടാണോ ആംഗിൾ ഫോം ചെയ്യുന്നത് അത് കോസ് കമ്പോണന്റ് ആണ്. വെക്ടർ ഏത് ആക്സുമായിട്ടാണ് ആംഗിൾ ഫോം ചെയ്യുന്നത് അത് കോസ് കമ്പോണന്റ് ആണ്. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് സൈൻ കമ്പോണന്റും ആണ്. ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണല്ലോ, അതുകൊണ്ട് മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. മൊമെന്റത്തിന്റെ കാര്യം നോക്കാം. ആദ്യം മൊമെന്റം ബിഫോർ കൊളീഷൻ m1 u1 is equal to, ഇവിടെ ഒന്നാമത്തെ ബോഡിക്ക് മാത്രമേ മൊമെന്റം ഉള്ളൂ, രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ബോഡിയുടെ മൊമെന്റം ആണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to, റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തുമ്പോൾ ഒരു പ്രശ്നം, ബോഡീസ് ട്രാവൽ ചെയ്യുന്നത് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ അല്ല, എക്സ് വൈ പ്ലെയിനിലാണ്. അതുകൊണ്ട് അതിനെ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ മൊമെന്റവും നമ്മൾ എക്സ് ആക്സിസിലെ മൊമെന്റവും വൈ ആക്സിലെ മൊമെന്റവും സെപ്പറേറ്റ് ഇടണം. തുടക്കത്തിൽ ബോഡി എക്സ് ആക്സിസിലാണ് ട്രാവൽ ചെയ്തിരുന്നത്. ബോഡി വാസ് ട്രാവലിംഗ് അലോൺ എക്സ് ആക്സിസ്. അപ്പോൾ m1 u1 അതാണ് ഇനിഷ്യലി എക്സ് ആക്സിസിലെ മൊമെന്റം. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞതുപോലെ, വെലോസിറ്റി v1 എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ 1 ആണ്. അതുകൊണ്ട് എക്സ് കമ്പോണന്റിലെ അതിന്റെ വാല്യൂ v1 cos തീറ്റ 1. v2 എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ 2 ആണ്. അതുകൊണ്ട് v2 cos തീറ്റ 2. That is m1
v1 cos theta 1 plus m2 v2 cos theta 2. ഇനി y ആക്സിലെ കാര്യം നോക്കാം. body was initially moving along x axis. ഇനിഷ്യലി y ആക്സിസിൽ ആരും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് y ആക്സിലെ മൊമെന്റം 0 ആണ്. y ആക്സിസിലെ മൊമെന്റം 0 ആണ്. And it is equal to 0 is equal to ഈ ആക്സിസ് ഈ കമ്പോണന്റിലെ വാല്യൂ v1 sin theta 1 ആണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഏത് ആക്സുമായിട്ടാണോ ആംഗിൾ ഫോം ചെയ്യുന്നത് ആ ആക്സിലെ കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണ്. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് സൈൻ ആണ്. ഇങ്ങോട്ടുള്ള കമ്പോണന്റ് v2 sin theta 2. That is v2 sin theta 2. That is m1 v1 sin theta 1 along positive y axis, m2 v2 sin theta 2 along negative y axis. അതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ കൊടുക്കും. മൈനസ് m2 v2 sin theta 2. 0 is equal to m1 v1 sin theta 1 minus m2 v2 sin theta 2, or m1 v1 sin theta 1 is equal to m2 v2 sin theta 2. ഓക്കെ, അപ്പോൾ മൊമെന്റത്തിന്റെ കേസ് ആയി. എക്സ് ആക്സിലെ മൊമെന്റവും നമ്മൾ എഴുതി, വൈ ആക്സിലെ മൊമെന്റവും എഴുതി. ഇനി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എഴുതുമ്പോൾ എക്സ് ആക്സും വൈ ആക്സും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൈനറ്റിക് എനർജി ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാത്രമേ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂ. എപ്പോഴും ഓർക്കുക, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ വെക്റ്റർ ഏത് ആക്സിസുമായിട്ടാണോ ആംഗിൾ ഫോം ചെയ്യുന്നത് അത് കോസ് കമ്പോണന്റ് ആയിരിക്കും. എ കോസ് തീറ്റ. ഇവിടെ വെലോസിറ്റി ആയിരുന്നെങ്കിൽ വി കോസ് തീറ്റ, ആക്സലറേഷൻ ആയിരുന്നെങ്കിൽ എ കോസ് തീറ്റ, ഫോഴ്സ് ആയിരുന്നെങ്കിൽ എഫ് കോസ് തീറ്റ, മൊമെന്റം ആയിരുന്നെങ്കിൽ പി കോസ് തീറ്റ. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് സൈൻ കമ്പോണന്റ്. വെലോസിറ്റി ആയിരുന്നെങ്കിൽ വി സൈൻ തീറ്റ. ഇത് ഈ സാധനം ഈ വെക്ടർ വെലോസിറ്റി ആയിരുന്നെങ്കിൽ വി സൈൻ തീറ്റ, ആക്സലറേഷൻ ആയിരുന്നെങ്കിൽ എ സൈൻ തീറ്റ, ഫോഴ്സ് ആയിരുന്നെങ്കിൽ എഫ് സൈൻ തീറ്റ, മൊമെന്റം ആയിരുന്നെങ്കിൽ പി സൈൻ തീറ്റ ആൻഡ് സോ ഓൺ. എന്നാൽ കൈനറ്റിക് എനർജി സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണ്ട. കൈനറ്റിക് എനർജി നമുക്ക് അല്ലാതെ എഴുതാം. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ, കൊളീഷന് മുമ്പ് ഒരു ബോഡി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് m1 u1 സ്ക്വയർ. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്, അതിന് കൈനറ്റിക് എനർജി ഇല്ല. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് m2 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ടു ഡയമെൻഷനിലെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും മൊമെന്റത്തിന്റെ കൺസർവേഷനും ഇവിടെ എഴുതിയിട്ടുണ്ട്.